കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ രൂപപ്പെടുത്താനും വളർത്തിയെടുക്കാനും അഹോരാത്രം പ്രവർത്തിച്ച സഖാവ് കൃഷ്ണപിള്ളയെ പോലൊരു നേതാവ് കേരളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെയാണ് പാർട്ടി എല്ലാ കാലത്തും കൃഷ്ണപിള്ളയെ സ്മരിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ഒരു സുദീർഘകാലം ജീവിക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല എങ്കിലും പാമ്പുകടിയേറ്റ് ഒളിവിൽ താമസിക്കുമ്പോഴാണ് സഖാവ് കൃഷ്ണപിള്ള 48 നമ്മെ വിട്ടുപിരിയുന്നു. 1937 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ആദ്യത്തെ സെല്ലിൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ സഖാവ് കൃഷ്ണപിള്ളയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 4 പേരാണെന്ന് ആ സെല്ല് രൂപീകരണത്തിൽ പങ്കെടുത്തത്. കൃഷ്ണപിള്ളയും EMS-ഉം NC ശേഖറും K ദാമോദരൻ. കാട്ടെ കൂടി പങ്കെടുത്ത ആ കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ സെല്ലെന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചത്. 1939 അവസാനം കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരായ നേതാക്കളെല്ലാം മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറിയ പാറപ്പുറം സമ്മേളനം കണ്ണൂർ ജില്ലയിൽ അന്ന് മദ്രാസിൻ്റെ ഭാഗമായി മലബാർ പാറപ്പുറത്ത് വെച്ചാണ് CPI-യുടെ സംസ്ഥാന ഘടകം രൂപീകരിച്ചത്. അതിനെ തുടർന്ന് സഖാവ് കൃഷ്ണപിള്ള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയായി. തൊഴിലാളികളെയും കൃഷിക്കാരെയും സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്ന രീതിയിൽ കേരളത്തിലെ പാർട്ടിയെ നയിച്ചത്. എല്ലാ പോരാട്ടങ്ങളുടെയും മുമ്പിൽ കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാവായിട്ട് വളർന്ന സഖാവ് കൃഷ്ണപിള്ളയുണ്ടായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ കോഴിക്കോട് താൻ ഉയർത്തിപ്പിടിച്ച പതാക ബ്രിട്ടീഷുകാരുടെ പോലീസും അതുപോലെ തന്നെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടാ സംഘവുമെല്ലാം കടന്നാക്രമിച്ചിട്ടും ബോധം കെട്ട് വീഴുന്നത് വരെ പതാക കയ്യിൽ നിന്ന് പറിച്ചെടുക്കാനാവാത്ത നിലയിൽ പ്രതിരോധം തീർത്തുകൊണ്ടാണ് അദ്ദേഹം ചെറുതായിരിക്കുന്ന സന്ദർഭത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നപ്പോഴും ജാതി കോമരങ്ങൾക്കെതിരായി ഫലപ്രദമായ പ്രതിരോധം തീർത്തുകൊണ്ടാണ് സഖാവ് കൃഷ്ണപിള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അത്തരം പ്രക്ഷോഭങ്ങളിലും നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് മുന്നേറിയത്. കർഷക സംഘം രൂപീകരിക്കുന്നതിലും തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും പുന്നപ്ര സമരത്തിൻ്റെ പോരാട്ട വീഥികളിലുമെല്ലാം ഉജ്ജ്വല നേതൃത്വമായി സഖാവ് കൃഷ്ണപിള്ള പ്രവർത്തിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യം കിട്ടി ഒരു വർഷമാകുമ്പോഴാണ് സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അപ്പോഴേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ എല്ലാ മേഖലയിലും ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും അതുപോലെ തന്നെ മലബാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ശക്തിപ്പെടുത്താൻ വേണ്ടി പൂർണ്ണമായ സമയം ത്യാഗപൂർണമായ രീതിയിൽ പ്രവർത്തിച്ച് സഖാവ് കൃഷ്ണപിള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആധുനിക കേരളത്തെ രൂപപ്പെടുത്താനുള്ള അടിസ്ഥാനമിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത്.